NSS കല്ലട മേഖലാ സമ്മേളനം മെയ് 1 കിഴക്കേ കല്ലടയിൽ നടക്കുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ മഠത്തിൽ M. ഉണ്ണികൃഷ്ണപിള്ളയും കൺവീനർ കല്ലട വിജയനും പറഞ്ഞു. കുണ്ടറ, പേരേം, കിഴക്കേ കല്ലട, മൺട്രോത്തുരുത്ത് എന്നിവിടങ്ങളിൽ നിന്നായി 16 കരയോഗങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. NSS ഡയറക്ടർ ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് അയ്യപ്പൻ പിള്ള മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും സ്വാഗത സംഘം ചെയർമാൻ മഠത്തിൽ M. ഉണ്ണികൃഷ്ണപിള്ള പറഞ്ഞു. കൊല്ലം താലൂക്ക് യൂണിയൻ്റെ NSS താലൂക്ക് യൂണിയൻ്റെ നേതൃത്വത്തിൽ കല്ലട കേന്ദ്രീകരിച്ചുള്ള മേഖലാ സമ്മേളനം ഈ മാസം മെയ് മാസം 1-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് കരയോഗങ്ങളിലെ ഇതിൻ്റെ കീഴിലുള്ള 16 കരയോഗങ്ങളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവകരമായി തുടങ്ങിക്കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം വളരെ വിജയപ്രദമാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ സമ്മേളനത്തിൻ്റെ ഘോഷയാത്ര ചുറ്റുമല ക്ഷേത്ര മൈതാനിയിൽ നിന്നും തുടങ്ങി 3 മുക്ക് വഴി നമ്മൾ ഈ വടക്കേ അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം. അതിനുവേണ്ടി കരയോഗങ്ങളെല്ലാം പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ഒരു പ്രാവശ്യം കരയോഗങ്ങളുടെ പ്രസിഡന്റും സെക്രട്ടറിയും മറ്റു മെമ്പർമാരെയും വിളിച്ച് ആലോചന യോഗം നടത്തി അതിൽ നിന്നൊരു സാഹസ സംഘം രൂപീകരിച്ചു. ആ സാഹസ സംഘമാണ് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. 12 വർഷങ്ങൾക്ക് ശേഷമാണ് മേഖലാ സമ്മേളനങ്ങൾ നടക്കുന്നതെന്നും 2 വർഷമായി മുടങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥി സ്കോളർഷിപ്പ് ഈ സമ്മേളനത്തിൽ വിതരണം ചെയ്യുമെന്നും സ്വാഗത സംഘം കൺവീനർ കല്ലട വിജയൻ പറഞ്ഞു. മേഖലാ സമ്മേളനം എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം താലൂക്ക് NSS യൂണിയൻ്റെ 145ഓളവും വരുന്ന കരയോഗങ്ങൾ, ആ കരയോഗങ്ങൾ പല മേഖലകളായിട്ട് നമ്മളിപ്പം 7 മേഖലകളാണ്. ആ 7 മേഖലകളിൽ ശക്തികുളങ്ങരയും തൃക്കോൽവെട്ടവും പെരിനാട് പ്രദേശവും പനയം അടക്കമുള്ള പ്രദേശത്തെ സമ്മേളനങ്ങൾ കഴിഞ്ഞു. അടുത്ത സമ്മേളനമാണ് നമ്മൾ ഈ കല്ലട മേഖല തുടങ്ങാൻ ഉദ്ദേശിച്ചത്. കല്ലട മേഖല എന്ന് പറയുമ്പോൾ കല്ലടയിലുള്ള 11 കരയോഗങ്ങൾ, മൺട്രോത്തുരുത്തിൽ ഉള്ള ഒരു കരയോഗം, പേരയത്തെ ഒരു കരയോഗം, കുണ്ട്രയിലെ 3 കരയോഗം, അതായത് പുലിപ്പറ, കാഞ്ഞിരകോട്, മുളവന, പേരേം, മൺട്രോത്തുരുത്ത്, കല്ലടയിലുള്ള കോയിക്കൽ മുറി, കോയിക്കൽ കിഴക്ക്, പഴയാറ്, മറവൂര്, ഉപ്പൂട്, തെക്കേമുറി വടക്ക്, അതോടൊപ്പം തന്നെ കാട്ടുവള, കൊടുവള, ശിങ്കാരപ്പള്ളി, മൺട്രോത്തുരുത്ത്, ഇത്രയുമാണ് നമ്മൾ ഇതിൽ ഉൾക്കൊള്ളുന്ന കരയോഗങ്ങൾ. ഈ കരയോഗങ്ങളുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 12 വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള മേഖലാ സമ്മേളനങ്ങൾ നടന്നിട്ടില്ല. ഇപ്പോഴാണ് ഈ കൊല്ലം താലൂക്ക് NSS യൂണിയൻ്റെ പുതിയ അഡ്വോക് കമ്മിറ്റി വന്നതിന് ശേഷം ആരംഭിക്കുന്ന ഒരു സമ്മേളന രീതിയാണ് ഈ മേഖലാ സമ്മേളനം. ഈ മേഖലാ സമ്മേളനത്തിൽ വെച്ച് നമ്മളുടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തിട്ടില്ല പല കാരണങ്ങളാൽ. ആ 2 വർഷമായി കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഉന്നത വിദ്യാഭ്യാസ നിലവാരം അനുസരിച്ച് കൊടുക്കുന്ന സ്കോളർഷിപ്പുകൾ, അതോടൊപ്പം തന്നെ മൊമൻറ്റോകൾ, അതോടൊപ്പം തന്നെ വളരെ ആദരവ് കൊടുക്കേണ്ട ആൾക്കാർക്ക് ആദരവ് കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഈ മേഖലാ സമ്മേളനങ്ങളിൽ വെച്ച് നടത്തുന്ന കാര്യമാണ് കൊല്ലം താലൂക്ക് NSS യൂണിയൻ ചെയ്യുന്നത്. നമ്മൾ മേഖലാ സമ്മേളനത്തിൻ്റെ ഘോഷയാത്ര ചുറ്റുമല ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിക്കും. അത് ചുറ്റുമലയിൽ നിന്ന് ആരംഭിച്ച് 3 മുക്ക് വഴി മാർക്കറ്റ് ജംഗ്ഷൻ കഴിഞ്ഞ് മാർത്താണ്ഡപുരം കഴിഞ്ഞ് നമ്മുടെ ഈ ശ്രീനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ഇവിടെയാണ് പൊതുസമ്മേളനം നടക്കുന്നത്. ഈ പൊതുസമ്മേളനത്തിൽ ബഹുമാന്യനായ NSS ഡയറക്ടർ ബോർഡ് മെമ്പർ, അതോടൊപ്പം തന്നെ കരുനാഗപ്പള്ളി യൂണിയൻ്റെ പ്രസിഡന്റ് ബഹുമാന്യനായ അഡ്വക്കേറ്റ് അയ്യപ്പൻ പിള്ള, അദ്ദേഹം ആണ് ഈ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം താലൂക്ക് യൂണിയൻ്റെയും NSSൻ്റെയും മറ്റ് നേതൃത്വ നിരയിലുള്ള ആൾക്കാരെല്ലാം ഇതിൽ സംബന്ധിച്ച് സംസാരിക്കുന്നത്. 16 കരയോഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുന്ന ഘോഷയാത്ര ചുറ്റുമലയിൽ നിന്നും ആരംഭിച്ച് ശ്രീനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സമാപിക്കും. തുടർന്ന് മേഖലാ സമ്മേളനം നടക്കും. ന്യൂസ് ഡെസ്ക്, കേരള പ്രൈം ടുഡേ.